താങ്കൾ പറഞ്ഞു താങ്കളുടെ ഇടതുപക്ഷം എന്താണ് എന്നത് രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും താങ്കളുടെ ലേഖനങ്ങളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും ഒക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നന്നായി ഹൃദ്യസ്ഥമായിട്ടുള്ള കാര്യമാണെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ഇതേ സച്ചിമാഷാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങളെ മറ്റൊരു തരത്തിൽ താങ്കൾ അതിനോട് പ്രതികരിച്ചത്. ഇപ്പോൾ ഇതേപോലെ മൂന്നാം തവണയും ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ CPM എന്താണോ സംഭവിച്ചത് അത് തന്നെ കേരളത്തിലും സംഭവിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ സഖാക്കളോട് പറയാറുണ്ട്, വീണ്ടും അധികാരത്തിൽ ഇവർ വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന്. ഇത് ഞാനൊരു തമാശയായിട്ട് പറഞ്ഞതാണ് എന്ന് താങ്കൾ പിന്നീട് വിശദീകരിക്കുകയുണ്ടായി. ഇത് ഒരു തരത്തിലുള്ള വിധേയത്വമാണ് എന്ന് പലരും വിമർശിച്ചു. അതിനെ മാഷ് എങ്ങനെ കാണും? അതൊരു വിധേയത്വമല്ല. വാസ്തവത്തിൽ ആ ഇൻ്റർവ്യൂ അച്ചടിച്ച് വന്ന പത്രത്തിൽ തന്നെ അതിൻ്റെ ബ്രാക്കറ്റിൽ ലോഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്. ഞാൻ ചിരിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. അതായത് ഈ ബംഗാളിൽ സംഭവിച്ചതിനെ പറ്റി എനിക്ക് ശരിയായൊരു കാഴ്ചപ്പാടുണ്ട്. ബംഗാളിൽ സംഭവിച്ചത് ഇതുപോലെയാണ്. തുടർച്ചയായിട്ടുള്ള അധികാരം കിട്ടിയപ്പോൾ അതിൽ ഒരു തരത്തിലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളില്ലാത്ത ഒരുപാട് പേര് കടന്നുകൂടുകയും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ വിനയായിട്ട് തീരുകയും ചെയ്തു. ആ തരത്തിൽ ഒന്നില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണേ എന്ന പകുതി നർമ്മമായി പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനയും ഒരു ഉപദേശവും എന്ന നിലയിൽ ആണ് ആ പ്രസ്താവത്തെ ഞാൻ കാണുന്നത്. അതിനെ ഗൗരവമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യരുത്, ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ള തീർച്ചയായും ഉണ്ട്. ആ അപകട സാധ്യത വളരെയധികം ഉണ്ട്. ആ അപകട സാധ്യത നാം ധാരാളം കണ്ടു. അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നാം കണ്ടു, നാം ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കണ്ടു. അവിടെയെല്ലാം തന്നെ തുടർച്ചയായ അധികാരം പാർട്ടികളെ ദുഷിപ്പിക്കുന്നതും പാർട്ടിയിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രവുമായി യാതൊരു പ്രതിജ്ഞാബദ്ധതയും ഇല്ലാത്ത ആളുകൾ കടന്നു വരുന്നതും അവർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്നതും നാം കണ്ടു. ബംഗാളിലെ ഗ്രാമങ്ങളിൽ പോലും സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് തന്നെയാണ് ഞാനിത് പറയുന്നത്, കണ്ടു. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ജാഗ്രത പുലർത്തണം എന്ന ഒരു താക്കീതാണ് വാസ്തവത്തിൽ അതിലുള്ളത്. ഒരു പകുതി ലാഘവത്തോടെ എന്നാൽ പകുതി ഗൗരവത്തോടെ പറഞ്ഞ ഒരു കാര്യമാണത്. അത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഏത് ഇടതുപക്ഷ പാർട്ടി പോലും ഒരു വലതുപക്ഷ പാർട്ടിയായി മാറിയേക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു അധികാരത്തിൻ്റെ കെണിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള പാർട്ടികൾ പോലും പെട്ടേക്കാം. അതിലൊരു ജാഗ്രത പുലർത്തണമെന്ന സച്ചിമാഷിൻ്റെ താക്കീത് കേരള സർക്കാരിനാണോ അതോ കേരളത്തിലെ ജനങ്ങൾക്കാണോ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പൊതുവേ അനുഭാവം പുലർത്തുന്ന മുഴുവൻ ജനങ്ങൾക്കും ഉള്ളൊരു താക്കീതാണ്. സ്വാഭാവികമായിട്ടും കേരള ഗവൺമെൻറ്, ഇന്നത്തെ ഗവൺമെൻറ് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ആയതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിനുള്ള ഒരു താക്കീതായിട്ടും അതിനെ കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളിനി മത്സരിക്കരുതെന്നും തോൽക്കണമെന്നും ഒന്നും പറയാനുള്ള അങ്ങനെ പറയുന്നതിൽ അർത്ഥം തന്നെയില്ല. ഞാൻ പറയുന്നത് സൂക്ഷിച്ചിരിക്കണം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി RSSകാർ പോലും ഇന്ന് പോലീസിലുണ്ടെന്ന് ഞാൻ ബലമായിട്ട് സംശയിക്കുന്നുണ്ട്, പല പോലീസ് പ്രവർത്തനങ്ങളും കാണുമ്പോൾ. അപ്പോൾ ആ തരത്തിൽ ആളുകൾ, ശത്രുക്കളായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ അല്പം പോലും ഇല്ലാത്ത ആളുകളും കൂടുതലായിട്ട് പാർട്ടിയിൽ വരാനുള്ള സാധ്യത അധികാരം തുടരും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ചുള്ള കണ്ണു തുറന്ന് ഇരിക്കുക, ജാഗ്രതയായിരിക്കുക എന്നുള്ള ഒരു താക്കീതാണ് പൊതുവെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടികൾക്ക് ഇടതുപക്ഷത്തിന് പൊതുവെ എനിക്ക് നൽകാനുള്ളത്. അന്ന് നൽകിയതും ഇപ്പോൾ ഞാൻ നൽകുന്നതും ആ ഒരു താക്കീത് തന്നെ.